ഞാൻ പറഞ്ഞു UDF ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നു പറഞ്ഞു. അതെൻ്റെ കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പോവുകയും ചെയ്യും. ഞാനിപ്പോൾ പൊതുയോഗത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കൂട്ടം പറയും, അല്ല സാറേ മോർച്ചറിയിലാണെന്ന് പറഞ്ഞത്. അധികാരത്തിന് പുറത്തുള്ള മന്ത്രിയുടെ ഒരു ബന്ധുവിനോട്, അല്ലെ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോട് സംസാരിച്ചാലേ നഴ്സിംഗ് കോളേജ് കിട്ടുള്ളൂ. ഗണേഷ് കുമാർ മന്ത്രിക്ക് വലിയ പങ്കുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ്. അതാണ് ഗണേഷ് ഇതുവരെ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ട് പോലും അല്ല പുറത്താക്കാത്തത്. എൻ്റെ മകൾ ഒരു കാരണവശാലും മത്സരിക്കില്ല. എൻ്റെ മകൾ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്കും വരില്ല. അപ്പം നമ്മൾ പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ അത് നിറകണ്ണുകളോടുകൂടി അവർ വലിയ നിലയിലേക്ക് പോകുന്നത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മന്ത്രിസഭാ അംഗങ്ങളെ പോലോടും വഞ്ചന കാണിച്ച ചതിച്ച ആളാണ് പിണറായി വിജയൻ. അപ്പോൾ ചിലപ്പോൾ അർഹതപ്പെട്ട ചില ആളുകളെ നമ്മൾ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണെങ്കിലും മാറ്റി നിർത്തേണ്ടി വരും. അവർ അർഹതപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ പിണറായിയുടെ പതനം കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷനാണ് ആ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്. ബംഗാളിൽ 33 കൊല്ലം എടുത്തു, ഇവിടെ 10 കൊല്ലം എടുത്തുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചർച്ചകളൊക്കെ ഉയരുമ്പോഴും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുമ്പോഴും ഈ പ്രചരണത്തിൽ വരുമ്പോൾ ആരോഗ്യരംഗത്തെ ചില പ്രശ്നങ്ങൾ അത്ര തീവ്രമായി ഉന്നയിക്കുന്നില്ല എന്ന് തോന്നുന്നു. നന്നായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ഞങ്ങളുടെ പ്രചരണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പൊതുയോഗത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കൂട്ടം പറയും, അല്ല സാറേ മോർച്ചറിയിലാണെന്ന് പറഞ്ഞത്. അതാണ് പ്രതികരണം. പിന്നെ അവർ കണ്ണൂർ നടത്തിയ നാടകങ്ങൾ മറ്റേ ഇവരുടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഈ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ്. നമ്മുടെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. PP ദിവ്യ ജയിലിൽ പോയി, CPM നേതാവ് അല്ലേ. MV ഗോവിന്ദൻ നേരെ പത്തനംതിട്ടയിലെത്തി നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ കണ്ട് ഭാര്യയെയും മക്കളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇതേ ഗോവിന്ദൻ ഭാര്യയെ പറഞ്ഞു വിട്ട് ജയിലിൽ. ഈ പ്രതിയായ PP ദിവ്യയ്ക്ക് രക്തഹാരം അണിയിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന്. ഇവരാരുടെ കൂടെയാണ്? എത്ര വൃത്തികെട്ട പാർട്ടിയായി ഇവർ മാറി. ഭർത്താവ് പോയിട്ട് ഇരയുടെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് കൂടെയാണെന്ന് പറയാം. ഭാര്യ പോയിട്ട് പ്രതിയുടെ രക്തഹാരം അണിയിച്ച് അവരുടെ കൂടെയാണെന്ന് പറയാം. അത്ര അധപ്പതിച്ചു CPM. ഇവരിപ്പോൾ ഇടതുപക്ഷമൊന്നും അല്ല, ഇവർ തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം. ഈ ആരോഗ്യമേഖലയെ ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ അവസാനിച്ച സർക്കാരിൻ്റെ കാലത്ത് ഒട്ടനവധി നഴ്സിംഗ് കോളേജുകൾക്ക് അപേക്ഷ വന്നു. പക്ഷേ ഈ സർക്കാർ കൊടുത്തില്ല എന്നും അതിൻ്റെ പിന്നിൽ ഒരു അഴിമതി ഉണ്ടെന്ന് നഴ്സിംഗിന് അപേക്ഷ കുറേ ആളുകൾ പറയുന്നുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽ? നിങ്ങൾക്ക് അവിടെ നടക്കുന്ന അഴിമതി, ഉദാഹരണത്തിന് കോവിഡ് കാലത്തും കോവിഡ് കാലത്തിന് ശേഷവും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ച നിയമസഭയിൽ കോവിഡ് കാലത്ത് ഇവർ വാങ്ങിച്ച മരുന്ന് കാലഹരണപ്പെട്ട മരുന്നാണ് വാങ്ങിച്ചത്. കാലഹരണപ്പെട്ട മരുന്ന്, അതിന് 80% കമ്മീഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ വാങ്ങിച്ച സർക്കാരാണ് ഇവർ. എന്നിട്ട് കൊടുത്തു. അത് മരണകാരണമായേക്കാം. രണ്ടാമത് വീണ ജോർജ് വന്നതിന് ശേഷവും ഇതേ കച്ചവടം തന്നെ തുടർന്നു. ഈ പറയുന്ന നഴ്സിംഗ് കോളേജിൽ ആരാണ് നഴ്സിംഗ് കോളേജിലെ കച്ചവടം ഉറപ്പിക്കുന്നതെന്ന് ഞാൻ താങ്കളോട് പറയണം. ആരാ ഉറപ്പിക്കുന്നത്? ഒരു നഴ്സിംഗ് കോളേജ് കിട്ടണമെങ്കിൽ ആരോട് സംസാരിക്കണം? മന്ത്രിയോടല്ല, മന്ത്രിയുടെ PS-നോടല്ല, ഹെൽത്ത് സെക്രട്ടറിയോടല്ല, ഡയറക്ടറോടല്ല, അധികാരത്തിന് പുറത്തുള്ള മന്ത്രിയുടെ ഒരു ബന്ധുവിനോട്, അല്ലെ മന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോട് സംസാരിച്ചാലേ നഴ്സിംഗ് കോളേജ് കിട്ടുള്ളൂ. ശരിയാണോ? അതെ, അത്തരം ഒരു ആരോപണം വന്നിരുന്നു. ആണ്, യഥാർത്ഥത്തിലാണ്. അദ്ദേഹമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഇലക്ഷൻ കാലത്ത് സമാനതയില്ലാത്തൊരു പ്രതിസന്ധി CPM നേരിടുന്നുണ്ട്. തളിപ്പറമ്പിൽ കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെ കാര്യത്തിൽ, ആലപ്പുഴയിൽ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഐഷ പോറ്റി. അപ്പോൾ ശരിക്കും പ്രതിപക്ഷ നേതാവ് പിന്നിലെന്നൊരു ചിന്ത ഇവരെ പ്രചരിപ്പിക്കാൻ നോക്കിയതെന്താ? UDF-ൽ അനയിക്കുകയാണ്, കോൺഗ്രസ്സിൽ അനയിക്കുകയാണ്, എല്ലാവരും മുഖ്യമന്ത്രിയാണ് നിൽക്കുന്നത്. ഇതാണല്ലോ ഇവർ പ്രചരിപ്പിച്ചത്. അവസാനം എന്തായി? ഞാൻ പറഞ്ഞതുപോലെ ടീം UDF ആയിട്ട് നിന്ന് ഒരു അവസരമില്ല. കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്, അല്ലേ? CPM-ൽ എന്താ നടക്കുന്നത്? എത്ര മുൻ MLA-മാരാണ് രാജിവെച്ച് പോകുന്നത്? ഒരു മന്ത്രി ഒരു മുൻ MLA അല്ലല്ലോ. മുൻ MLA-മാർ എത്ര പേര് CPM-ൽ നിന്ന് പോയി? PK ശശി പോയി, S രാജേന്ദ്രൻ പോയി, ഇല്ലേ? MLA-മാർ പോയില്ലേ? 2 MLA-മാർ വേറെ പോയില്ലേ? പിന്നെ ഇവർ വളരെ സമുന്നതരായ നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ CPM കോട്ടയിലാണ് വെല്ലുവിളി, ഇല്ലേ? വെല്ലുവിളി ഉയർത്തിയിരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് വെല്ലുവിളി ഉയർത്തിയിരിക്കുക. അതിൻ്റെ പുറകിൽ സമുന്നതരായ CPM നേതാക്കളുണ്ട്. എനിക്ക് ബന്ധമുണ്ട്. അവരിങ്ങോട്ട് വന്നതിൽ എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അത് സമ്മതിക്കുന്നു. എനിക്ക് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എല്ലാ യോഗങ്ങളിലും
കോൺഗ്രസ് UDF യോഗങ്ങളിൽ പറയാറുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നിങ്ങൾ ചിരിച്ചോ, അവർ UDF ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകണമെന്ന് പറയാറുണ്ട്. ഇടതുപക്ഷ സഹയാത്രികർ 90% ഞങ്ങളുടെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ, ഞങ്ങളുടെ കൂടെയാണ്. ഇവരെ മടുത്തു. ഇവർ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് സച്ചിദാനന്ദ മാഷും സാറ ടീച്ചറൊക്കെ പറഞ്ഞെന്തുകൊണ്ടാണ്? മടുത്തെല്ലാവർക്കും. CPM വലിയ കലാപ സമാനമായ അന്തരീക്ഷമാണ്. പുറത്തു വന്നവരല്ല, കട്ടന് പുറകിൽ മുതിർന്ന നേതാക്കൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് കഴിഞ്ഞാൽ, ഈ പിണറായിയുടെ പതനം കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷനാണ് ആ പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്. ബംഗാളിൽ 33 കൊല്ലം എടുത്തു, ഇവിടെ 10 കൊല്ലം എടുത്തുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ തകർച്ച നോക്കി നടന്നിട്ട് ഞങ്ങൾക്കൊന്നും ഒരു അനൈക്യമില്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകും. ഇവരാണ് അനൈക്യം കൊണ്ട് തകരാൻ പോകുന്ന പാർട്ടി. ഈ അനൈക്യം പറയുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജോസഫ് വാഴക്കൻ പോലുള്ള ആളുകൾ, ഡോക്ടർ SS ലാൽ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ശിവകുമാർ മണ്ഡലം മാറുന്നു, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ. ഞാൻ പറയില്ല, അവരൊക്കെ അർഹതപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ ഡോക്ടർ SS ലാലും ജോസഫ് വാഴക്കൻ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വ്യക്തിപരമായി രാഷ്ട്രീയത്തിൽ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. വളരെ ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ എന്നെ കൈപിടിച്ച് കയറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹമൊക്കെ മത്സരിക്കേണ്ട ആളായിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ പറ്റിയില്ല. പക്ഷെ അദ്ദേഹത്തെയൊക്കെ പാർട്ടി ചേർത്ത് നിർത്തും. ഇപ്പോൾ നമ്മൾ MLA സ്ഥാനം മാത്രമല്ലല്ലോ, അല്ലാതെ എല്ലാം അദ്ദേഹത്തെ എല്ലാം ചേർത്ത് നിർത്തി. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന് തുല്യനായിട്ടുള്ള ഒരാളാണ്. ലാലൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഞാൻ ഹെൽത്ത് കമ്മീഷൻ വെച്ചപ്പോൾ എൻ്റെ ചെയർമാനാക്കി വെച്ച ആളാണ്. ഒരുപാട് ആളുകളെ നമുക്കൊന്നാമത്തെ ജയിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഒരു സീറ്റിൽ ഒന്നിലധികം ആളുകൾ വരും. അപ്പോൾ ചിലപ്പോൾ അർഹതപ്പെട്ട ചില ആളുകളെ നമ്മൾ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണെങ്കിലും മാറ്റി നിർത്തേണ്ടി വരും. അവർ അർഹതപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ മുൻ KPCC പ്രസിഡന്റിനെ വേണ്ടി മാധ്യമങ്ങൾ വാർത്ത സൃഷ്ടിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ ഇന്ന് അദ്ദേഹം വനവാസവുമായി ബന്ധപ്പെട്ടൊരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നു, വാക്കിനുറപ്പുള്ളവരാണെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ ഒരു പ്രത്യേക സമയത്ത് പോയി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ് എല്ലാവരും. ഞാനത് പറയുന്നില്ല. അദ്ദേഹവും ഞാനുമായിട്ട് നല്ല ബന്ധമാണ്, ഒരു ബന്ധത്തിനൊരു കുഴപ്പമില്ല. ഇത് ഓരോരുത്തരും എന്നിട്ട് ഓരോന്ന് ചോദിച്ച് ഓരോ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. ഞാൻ പറഞ്ഞത് എന്നെ വെല്ലുവിളിച്ചു, UDF ജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. UDF ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു UDF ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. അതെൻ്റെ കോൺഫിഡൻസിൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പോവുകയും ചെയ്യും. ഞാൻ ലോക്കൽ ബോഡി ഇലക്ഷൻ ജയിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, മറ്റേതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? UDF ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ? UDF ജയിപ്പിക്കാൻ പറ്റും. സാങ്കല്പിക ചോദ്യമാണ്, ജയിപ്പിക്കാൻ പറ്റുമെന്ന്. പറ്റില്ലെന്ന്. ഇനി ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും. ജയിച്ചാൽ ലീഡർഷിപ്പിൻ്റെയാണ്. എല്ലാവരും പാർട്ടി പ്രവർത്തകരും ലീഡർഷിപ്പും എല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള വിജയമാണ്. അത് കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയായിരുന്നു എന്നെ ഏൽപ്പിച്ചത്. തുടർച്ചയായി 2 പ്രാവശ്യം പരാജയപ്പെട്ട UDF അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തോടു കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം എന്നെ ഏൽപ്പിച്ച ചുമതലയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം. അതിൽ ഞാൻ പരാജയപ്പെട്ടു. UDF തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ ഉറപ്പായി ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യും. അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാനത് ചെയ്തിരിക്കും. പക്ഷേ ഇത്രയധികം പണിയെടുക്കുന്ന, ഇത്രയധികം പരിശ്രമിക്കുന്ന അങ്ങയുടെ കാര്യം വരുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ ചില അപശ്രുതികൾ, അല്ലെങ്കിൽ ഈ സമയത്ത് വേണ്ടാത്ത ചില കമൻറ്റുകൾ, ആളുകൾക്ക് സംശയം തോന്നുന്ന ചില കമൻറ്റുകൾ, ഞാൻ പേര് പറയുന്നില്ലെങ്കിൽ പോലും അങ്ങേക്ക് മനസ്സിലാവും. അതൊക്കെ ഒരു വലിയ പാർട്ടിയല്ലേ. CPM പോലെ ആരോട് സംസാരിക്കരുത്, മിണ്ടരുതെന്നും പറയുന്ന പാർട്ടിയല്ലല്ലോ. ചിലരുണ്ട്, പ്രായമായ ചില ആളുകളുണ്ട്, മെയിൻ സ്ട്രീമിലുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ ചെന്ന് ഈ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ചില ആളുകളൊക്കെ ചെന്ന് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോഴൊക്കെ അവരറിഞ്ഞും അറിയാതെയൊക്കെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. നമ്മളൊന്നും അതൊന്നും ഗൗരവമായി കാണണം. ഞാൻ അവരെയും വിളിക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. സുധാകരനായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം നേരിട്ട് ചോദിക്കാൻ അറിയാം. എന്താ ഉദ്ദേശിച്ചത്, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി കാണാൻ, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ജയിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല, ഞാൻ അങ്ങനെ പോകാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജയിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് അറിയാലോ എൻ്റെ സ്വഭാവം. ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് അറിയാം അദ്ദേഹത്തിന്. ഈ വിസ്മയം എന്ന വാക്ക് അങ്ങാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങ് പ്രതീക്ഷിച്ച അത്രയും വിസ്മയങ്ങൾ സംഭവിച്ചു? അത് ചില വിസ്മയങ്ങൾ പെൻഡിങ്ങിലായോ? കുറേ സംഭവങ്ങൾ നടന്നു. 1-2 കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചില നിർണായകമായ ഘട്ടത്തിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ നേതൃത്വം തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഞങ്ങൾക്കുണ്ട്. ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങളൊരു പാർട്ടി മുന്നണിയാണ്.
അപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്താൽ ചിലപ്പോൾ മുന്നണിയെ ബാധിക്കും, ചിലപ്പോൾ പാർട്ടി സ്ട്രക്ചറിനെ ബാധിക്കും. കൂടുതൽ കാര്യങ്ങൾ അവസാന സമയത്താണ് വന്നത്. ചില കാര്യങ്ങൾ വന്നത് നമുക്കറിയായിരുന്നു വരുമെന്ന്. കുറേ കാര്യങ്ങൾ വന്നു, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത്. എല്ലാം പറ്റാത്ത ഒരു സ്റ്റേജ് വന്ന് അത് ബാക്കി ഇത് കഴിയുമ്പോൾ തുടരും, വിസ്മയം തുടരും ഇലക്ഷൻ കഴിയുമ്പോൾ. അല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കേന്ദ്രത്തെ എങ്ങനെയെങ്കിലും പറ്റിച്ച് പൈസ വാങ്ങാനായിരുന്നു PM-ശ്രീയിൽ ഒപ്പിടാൻ പോയതല്ല, അത് നടപ്പിലാക്കാനല്ല. ശരിക്കും സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ അതല്ലല്ലോ പറഞ്ഞത്, ഇവരാണ് പറഞ്ഞത് ഞങ്ങൾ PM-ശ്രീയിൽ ഒപ്പിടില്ല മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് പോയി ഒപ്പിട്ട് എന്തിനാ? മാത്രമല്ല പിണറായി വിജയൻ ഒരു വഞ്ചന കാണിച്ചു. അതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നു, മന്ത്രിസഭയിലെ അംഗങ്ങളോട് പറഞ്ഞില്ല. പാവ 4 CPM മന്ത്രിമാർ മന്ത്രിസഭയിൽ കിടന്ന് വാദിക്കുകയാണ് ഇതിൽ ഒപ്പിടരുത്. ഇത് ഒപ്പിട്ടത് അറിയാവുന്ന 2 പേരുണ്ട്, പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രിക്ക് മിണ്ടാൻ പറ്റില്ല, മുഖ്യമന്ത്രി പറയാതെ. മുഖ്യമന്ത്രി മിണ്ടിയില്ല. മന്ത്രിസഭാ അംഗങ്ങളെ പോലോടും വഞ്ചന കാണിച്ച ചതിച്ച ആളാണ് പിണറായി വിജയൻ. ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ചെയ്തിട്ടില്ല. ഒപ്പിട്ടിട്ട് വന്ന് അവരോട് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ഒപ്പിടേണ്ട സാഹചര്യം വന്ന് ഒപ്പിട്ടെന്ന്. അവർ വാദിക്കുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കുവാണ്. ഒപ്പിട്ടിട്ടാണ് അപ്പോൾ വന്നിരിക്കുന്നത്. ചതിവല്ലത്. ശരിക്കും കേരള രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് കാണുമ്പോൾ ഇത്തവണ BJP മെച്ചം ഉണ്ടാക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയിൽ പഴയ സെറ്റും പുതിയ സെറ്റും തമ്മിൽ ഭയങ്കര അടിയാണ്, കൂട്ടടിയാണ് നടക്കുന്നത്. പിന്നെ ഇവർ ഈ ഇറലവൻ്റ് ആയിട്ടുള്ള അപ്രസക്തമായ സീറ്റുകളൊക്കെ വാരിക്കോരി കൊടുത്തേക്കുവാണ്. ഒരു പ്ലാനും ഇല്ല, ഒരു ഐഡിയ ഇല്ല എന്താണെന്ന്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു, ഇതിലും കുറയും എന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിന് ഏറ്റവും അധികം പരിശ്രമിച്ച നേതാവാണ് ശ്രീ VD സതീശൻ. ചിലപ്പോഴെങ്കിലും ചങ്ക് പൊട്ടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഷാഫി പറമ്പിൽ അങ്ങേക്കൊപ്പം പോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പോകുന്നു, അവിടെ ഒരു വലിയ വൈബ് ഉണ്ടാക്കുന്നു. അങ്ങ് എടുത്ത എഫേർട്ട് അതേ അർത്ഥത്തിൽ തീർച്ചയായിട്ടും നല്ല ഒരു വലിയ ഒരു യുവനിര 2ാം നിരയും 3ാം നിരയും കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. UDFിലുണ്ട്, ഈ ലീഗിലൊക്കെ ഉണ്ട്. ഞങ്ങൾ അവരെല്ലാം കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അവർ നമ്മുടെ പാർട്ടിക്ക് അസറ്റായിരിക്കും ഭാവിയിൽ. അപ്പോൾ അവർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്നെ അടക്കം അവർ ബൈപ്പാസ് ചെയ്ത് പോവും, നമ്മളെ മറികടന്ന് പോവും. അപ്പം നമ്മൾ പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ഇല്ലാതെ അത് നിറകണ്ണുകളോടുകൂടി അവർ വലിയ നിലയിലേക്ക് പോകുന്നത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അവരെ കൊല്ലാൻ നിൽക്കില്ല ഞാൻ. ഈ മകൾ ഉണ്ണിമായയുടെ ഒരു ആഗ്രഹം ക്ലിഫ് ഹൗസിൽ പൊങ്കാല ഇടണം എന്നുള്ളതാണ്. അതൊന്നുമല്ല, അവൾ പറഞ്ഞിട്ടില്ല അങ്ങനെ. ക്ലിഫ് ഹൗസിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പൊങ്കാല ഇടണമെന്നേ പറഞ്ഞിട്ടുള്ളത്. മോള് രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാത്ത ഒരാളാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമില്ല. എന്നാൽ ഇതെൻ്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എനിക്ക് ശേഷം എൻ്റെ മകളാണ് അവിടെ മത്സരിക്കുക. എൻ്റെ മകൾ ഒരു കാരണവശാലും മത്സരിക്കില്ല. എൻ്റെ മകൾ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്കും വരില്ല. കാരണം അവൾ രാഷ്ട്രീയ പ്രവർത്തകയല്ല, അവൾ അധ്യാപികയാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നന്നായി പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നല്ല അധ്യാപികയാകണം എന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു താല്പര്യമില്ല. അത് പത്രപ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചു, അടുത്ത പ്രാവശ്യം ക്ലിഫ് ഹൗസിലാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ആഗ്രഹം ക്ലിഫ് ഹൗസിലൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കും താമസിക്കണമെന്നാണ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നും മകളൊന്നും പറയില്ല അങ്ങനെ. അല്ലല്ല, മകൾ പറഞ്ഞു എന്നുള്ള അർത്ഥത്തില്ല, ഞാൻ പറയില്ല, അവരങ്ങനെ പറയില്ല. അവർക്കൊന്നും അതിലൊന്നും യാതൊരു താല്പര്യമില്ല. എൻ്റെ ഞാനിവിടെ കൻ്റോൺമെൻറ്റിൽ താമസിച്ചിട്ട് പോലും 2 3 പ്രാവശ്യമാണ് ഇവിടെ വന്നേക്കണം. അവരൊന്നും ഇവിടെ താമസിക്കാറ് പോലുമില്ല. എൻ്റെ ഭാര്യയും കുടുംബമൊന്നും അവരുടെ വീട്ടിലും പല സ്ഥലത്തുമായിട്ട്. അവർക്ക് ഈ അധികാരത്തിൻ്റെ പാരാഫർണാലിയോടൊന്നും ഒരു താല്പര്യമില്ല. അവർക്ക് ആഗ്രഹം ഞാൻ അവരുടെ കൂടെ ഉണ്ടാവണമെന്നാണ് കൂടുതൽ സമയം. ചിലപ്പോൾ ഞാൻ ഈ വല്ലാതെ വിഷമിക്കുന്ന കാണുമ്പോൾ, പ്രയാസപ്പെടുന്ന കാണുമ്പോൾ എന്നോട് പറയും എന്തിനാണ് പതുക്കെ വന്ന് കൂടെ നിൽക്കാൻ പറയുന്നവരാണ് അവർ. അല്ല, ഒരു ഘട്ടത്തിൽ അങ്ങ് പണ്ട് പറഞ്ഞിരുന്നു മകൾ കഴിക്കുന്ന അതേ ഭക്ഷണം അങ്ങയുടെ മണ്ഡലത്തിലെ എല്ലാ വിദ്യാർത്ഥികളും കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. തീർച്ചയായും അന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. തീർച്ചയായും അത് നമുക്ക് സങ്കടം വന്നു. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു പൊതിച്ചോറ് പോലും കെട്ടിക്കൊടുക്കാൻ ഇല്ലാത്ത വീടുകളുണ്ട്. കുട്ടികൾ വന്നിട്ട് ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഉച്ചഭക്ഷണ പദ്ധതി ആരംഭിച്ചത്. 5 കൊല്ലം ഞാൻ നടത്തി. പിന്നീട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. ആ സ്കീം അവർ അഡോപ്റ്റ് ചെയ്ത് കേരളം മുഴുവൻ കൊടുക്കുകയാണ് ഇപ്പോൾ. എനിക്ക് വലിയ സന്തോഷം കിട്ടിയ ഒരു പദ്ധതി. 5 കൊല്ലം ഞാൻ നടത്തി, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നടത്താൻ. ഞാൻ 20,000 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഈ പെൻഷൻ മുടങ്ങിയെന്നൊരു ഇത് വരികയും അല്ലെങ്കിൽ ഒരു പ്രചരണം വരികയും അത് പിന്നീട് നിയമസഭയിൽ തന്നെ അത് 3 മാസമാണ് മുടങ്ങിയത് ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് പറയണ്ടായി. അതിനുശേഷമാണ് പെൻഷന് സെസ് വരുന്നത് ഈ സർക്കാരിൻ്റെ. ഇപ്പോഴും പല അവസരങ്ങളിലും 3 മാസം മുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് UDFന് അത് കൃത്യമായി? ഞങ്ങൾ കൃത്യമായി നിയമസഭയ്ക്കകത്തും പുറത്തും തെളിയിച്ചു. മുഖ്യമന്ത്രി പറയുന്ന പച്ചക്കള്ളങ്ങളിൽ ഒന്നാണ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു 18 മാസം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പെൻഷൻ മുടക്കിയെന്ന്. അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ
ജയിച്ച് 2016 വന്ന ഉടനെ തോമസ് ഐസക് ഒരു ധവളപത്രം ഇറക്കി, സാമ്പത്തിക സ്ഥിതി. അത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. അദ്ദേഹം വായിച്ചു നോക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്തുണ്ട് 18 മാസമൊന്നും മുടങ്ങിയിട്ടില്ല, 3 മാസം സാങ്കേതിക തകരാറ് കൊണ്ട് ഈ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട ഇതുകൊണ്ട് മാത്രം മുടങ്ങിയാണ്. പ്ലാനിങ്ങിൻ്റെ ബോർഡിൻ്റെ ഇതിൻ്റെ അകത്തുണ്ട്. മുഖ്യമന്ത്രി എന്നിട്ട് നുണ പറയുകയാണ്. ഇതാണ് CPM-ൻ്റെ ക്യാപ്സ്യൂള്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ആ സ്ഥാനത്ത് ഇരുന്നിട്ട് അത് പറയാമോ? അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻറ്റിലുണ്ട് മുടങ്ങിയിട്ടില്ല എന്ന്. ആണ് ഇവർ പറയണത് നുണ എന്ന് പറയുന്നത്. ഈ ക്യാപ്സ്യൂൾ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറഞ്ഞു. അതിന്റെ പക്ഷേ UDF ഹാൻഡിലുകൾ പറയുന്നത് അതിന്റെ പിന്നിൽ മൻമോഹൻ സിംഗിന്റെ നാഷണൽ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനാണത് എക്സ്പ്ലെയിൻ ചെയ്തത്. ആർക്കും അറിയില്ല. അതായത് അന്ന് എല്ലാ സ്ഥലത്തും പവർ കട്ടാണ്. ഈ പുറത്തു നിന്ന് നമ്മൾ വൈദ്യുതി കൊണ്ടുവരുമ്പോൾ വൈദ്യുതി എത്തിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം പവർ കോറിഡോർ വേണം വൈദ്യുതി കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് പവർ കോറിഡോർ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി സാറും ആര്യാട് സാറും വലിയ അധ്വാനം നടത്തിയിട്ടാണ് ആ പവർ കോറിഡോറിൽ കൂടി വൈദ്യുതി കൊണ്ടുവരാൻ നമുക്കായത്. അപ്പോൾ അവസാന വർഷമായപ്പോഴേക്കും അത് ക്ലിയറായി. വൈദ്യുതി കൊണ്ടുവന്ന് തുടങ്ങിയപ്പോഴേക്കും പിന്നെ ഈ പവർ കട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും ഇല്ല ഇത്. ഈ പവർ കോറിഡോറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനത്തും പവർ കട്ടില്ല. പിന്നെ ചെയ്തൊരു ചെയ്തറിയാം ഇവർ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 25 കൊല്ലത്തേക്ക് വൈദ്യുതി പുറത്തുനിന്ന് മേടിക്കാൻ ഒരു കരാറുണ്ടാക്കി. 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന്. ഒരു കൊല്ലം ഞങ്ങൾ വാങ്ങിച്ചു, 7 കൊല്ലം ഇവർ വാങ്ങിച്ചു. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ വേറൊരു കമ്പനി വന്നു, അദാനി കമ്പനി. അപ്പോൾ ഇവർക്ക് ഇത് അവിടെ നിന്ന് മേടിക്കണം. ഇവരെന്ത് ചെയ്ത് ഈ കരാർ റദ്ദാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു 4 രൂപ 29 പൈസയ്ക്ക് മേടിക്കുന്ന വൈദ്യുതി അഴിമതിയാണെങ്കിൽ നിങ്ങൾ 1 പൈസ കുറച്ച് മേടിച്ചോ, ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വൈദ്യുതി മേടിക്കുന്ന എത്ര രൂപയ്ക്കാണെന്നറിയോ? 4 രൂപ 29 പൈസയ്ക്ക് മേടിക്കുന്ന കരാർ റദ്ദാക്കിയിട്ട് ഇവരിപ്പോൾ മേടിക്കുന്നത് 8 രൂപ മുതൽ 14 രൂപ വരെ. 20 കോടി മുതൽ 30 കോടി വരെ ഒരു ദിവസം നഷ്ടമാണ് ബോർഡിന്. ബോർഡ് 50,000 കോടി കടത്തിലേക്ക് കൂപ്പുകുത്തി. നമ്മൾ ബോർഡ് ലാഭത്തിലാക്കി 22 പൈസ വൈദ്യുതി ചാർജ് കുറച്ച് കൊടുത്താണ് കൂപ്പുകുത്തി. ഇതാണ് ഇവരുടെ അഴിമതി എന്ന് പറയുന്നത്. എന്നിട്ട് ബില്ലിൽ ഇപ്പോൾ പവർ കട്ടില്ലാന്ന് നഷ്ടത്തിലാക്കി. വൻ നഷ്ടം. ആലോചിച്ച് നോക്കിയേ, 4 രൂപ 29 പൈസയ്ക്ക് കിട്ടേണ്ട വൈദ്യുതി റദ്ദാക്കിയിട്ട് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും മേടിക്കുകയാണ് വൈദ്യുതി. വേറെ കമ്പനിയിൽ നിന്ന് കമ്മീഷൻ കിട്ടും. കമ്മീഷനാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കോട്ടയം ജില്ലയിലാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇല്ല നയിക്കാൻ. എങ്ങനെയായിരിക്കും സാറിനോട് ചെയ്ത അനീതി ജനങ്ങളുടെ ഇടയിൽ എത്തുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെ അപമാനിക്കാനും അദ്ദേഹത്തെ തേജോവധം ചെയ്യാനും ക്രൂരമായ ശ്രമമാണ് നടത്തിയത്. അതിനകത്ത് പിണറായി വിജയന് വലിയ പങ്കുണ്ട്, ഗണേഷ് കുമാർ മന്ത്രിക്ക് വലിയ പങ്കുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടാണ്. അതാണ് ഗണേഷ് ഇതുവരെ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ട് പോലും അല്ല പുറത്താക്കാത്തത്. ആ ഗൂഢാലോചനയിൽ ഗണേഷ് കുമാറും പിണറായി വിജയനും ഒക്കെ പങ്കാളികളാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു അവർ ചെയ്തത് യഥാർത്ഥത്തിൽ, ഇല്ലാത്ത കള്ളക്കഥ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത്തരം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ ഈ ശവന്തൂക്കിയിലേക്ക് വന്ന അവസാന ഒരു വിഷയം മാറ്റാൻ വേണ്ടി നോക്കിയതാ? മാത്രമല്ല ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയത് ക്ഷീണിച്ച് പാർട്ടിയിൽ റിബൽ മത്സരിക്കുകയാണ്. പാർട്ടിയുടെ ഏറ്റവും വലിയ കോട്ടയിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ള നേതൃത്വത്തെ ചോദ്യം ചെയ്യാണ്. പാർട്ടിയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുതിർന്ന നേതാക്കളും. കണ്ണൂർ ജില്ലയിൽ സ്വന്തം ജില്ലയിൽ 2 റിബലാണ്. മനസ്സിലായില്ലേ? കോൺഗ്രസ് കണക്ക് വ്യക്തമാക്കിയിട്ടും CPM വ്യക്തമാക്കാത്ത എന്തുകൊണ്ടായിരിക്കും? CPM വ്യക്തമാക്കൂല. CPM-ന്റെ ഗവൺമെൻറ്റിൻ്റെ കണക്കെന്താ? ഞാനടക്കം പൈസ കൊടുത്ത 742 കോടി കിടക്കുകയാണ്. ചികിത്സാ ചിലവ് കൊടുക്കില്ല, വിദ്യാഭ്യാസ ചിലവ് കൊടുക്കില്ല. ഇപ്പോഴും അവിടുത്തെ 143 കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്നത് അവിടുത്തെ MLA സിദ്ദിഖ് സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടാണ്, ഗവൺമെൻറ് അല്ല. ചികിത്സാ ചിലവ് കൊടുക്കില്ല, റെൻറ്റ് കൊടുക്കില്ലായിരുന്നു ഇവർ. എന്നിട്ടാണ് ഇവർ ഈ വർത്തമാനം പറയണത്. ഇപ്പോൾ ഇവർ ഉദ്ഘാടനം ചെയ്തല്ലോ, ലീഗ് ഉദ്ഘാടനം ചെയ്തു ഇവരുടെ. അതിൻ്റെ തലേ ദിവസം ലീഗ് ഉദ്ഘാടനം ചെയ്ത വീട്ടിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവർ ഉദ്ഘാടനം ചെയ്തത്. ഇതുവരെ ആളുകൾ താമസം തുടങ്ങിയിട്ടില്ല, താമസം തുടങ്ങാനുള്ള സ്ഥിതി ആയിട്ടില്ല. ഉദ്ഘാടന മഹാമഹം നടത്തിയല്ലോ, മനസ്സിലായേ? എന്നിട്ടാണ് നമ്മളെ വിമർശിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ, അതായത് ഹരിത MLA എന്നുള്ള നേതൃത്വത്തിൽ ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ ആദ്യമായി അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ ടെലിഫോണിൽ എടുക്കുന്ന ആ സമയത്താണ്. കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് അങ്ങ് എന്തായിരിക്കും അടുത്ത സർക്കാർ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മുടെ പ്രകൃതിയെ തകർത്തുകൊണ്ടുള്ള വികസനങ്ങൾ നടത്താൻ പാടില്ല. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഘടകമാണ്. ഞങ്ങൾ ഈ സിൽവർ ലൈനെ എതിർക്കാൻ കാരണം ഈ പ്രശ്നമാണ്. പാരിസ്ഥിതികമായത് കേരളത്തെ തകർക്കും. 300 കിലോമീറ്റർ എംബാങ്ക്മെൻ്റാണ് ഇത് കെട്ടിവെക്കുക. ബാക്കി 200 കിലോമീറ്റർ 2 സൈഡിലും 10 മീറ്റർ ഉയരത്തിൽ മതിൽ. പിന്നെ ഇപ്പോൾ മഴക്കാലം വന്ന ബോട്ട് ഓടിക്കായിരുന്നു റെയിൽവേ ലൈനിൽ കൂടി.
ഇത് കേരള സ്ലോപ്പാണ്, വെള്ളം കടലിൽ പോയി തീരണ്ടാണ്, പാരിസ്ഥിതിക ദുരന്തം ഉണ്ടായേനെ കേരളത്തിൽ. അപ്പം നമ്മൾ ഇനി വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. ഇപ്പോൾ വിഴിഞ്ഞത്തുണ്ട്. അപ്പം നമ്മളൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവരെ കൂടി റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സ്കീം വേണം. കാലാവസ്ഥാ വ്യതിയാനം പ്രധാനപ്പെട്ട ഘടകമാക്കിയിട്ട് വേണം ഏത് സംഭവവും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങയുടെ ഈ പരിശ്രമങ്ങൾ, പ്രതിരോധങ്ങളെല്ലാം ഫലപ്രാപ്തിയിലെത്തട്ടെ. ട്രഷറി ബെഞ്ചിനെ നയിക്കാൻ ശ്രീ വി ഡി സതീശൻ ഉണ്ടാവട്ടെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.